Good morning, gamers. Welcome back, and this is your one and only വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും മറ്റൊരു ഗെയിമുമായിട്ട് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് കുറച്ചധികം പഴക്കമുണ്ട്. 97കളിൽ ഇറങ്ങിയ ഒരു 2D പ്ലാറ്റ്ഫോമർ ഗെയിമായിട്ടാണ് എൻ്റെ വരവ്. ഗെയിമിൻ്റെ പേര് ക്യാപ്റ്റൻ ക്ലോ. ഇത് ഒരു പൈറേറ്റ് ആയിട്ടുള്ള ഒരു പൂച്ചയുടെ കഥയാണ്. ലൈക്ക് എന്താ പറയുക, ഇതിന്റെ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പൂച്ച. അതിനകത്ത് പൂച്ച എന്നാണ് ഇവർ പറയുന്നത്, പക്ഷെ അതിനെ കണ്ട ഒരു കരിമ്പൂച്ചനെ പോലെ ഇരിക്കും. പക്ഷേ ടോട്ടലി ഒരു കറുത്ത ലുക്ക് ഇതൊക്കെയാണ്, നമുക്ക് അതിനൊരു കരിമ്പൂച്ച എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു കരിമ്പൂച്ച ഇതൊരു ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്, ഒരു പൈറേറ്റ് ആണ്. അപ്പോൾ ഇത് ഞാനൊക്കെ ഒരു UP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഈ Windows 8 9 ഒന്നും ഇല്ല, വിസ്റ്റ പോലും ഇല്ല, Windows XP അതാണ് നമ്മുടെ എല്ലാം കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗെയിമാണിത്. സോ എൻ്റെ ഓർമ്മയിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഗെയിം കൊണ്ടുവന്നത്. ഞങ്ങളത് പിന്നെ അവിടെ മൊത്തം എല്ലാവരും കുത്തിയിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം ക്യാപ്റ്റൻ ക്ലോ എന്ന് പറഞ്ഞിട്ട്. ക്യാപ്റ്റൻ ക്ലോ ജസ്റ്റ് ക്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയും. അപ്പോൾ ഇത് 97ൽ മോണോലിത്ത് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം കമ്പനി ഉണ്ട്. അവരിപ്പോഴും ആക്റ്റീവാണ്. സോ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു 2D പ്ലാറ്റ്ഫോം ഗെയിമാണ് ഇത്. കളിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. സാമ്യമായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ പ്രിൻസ് ഓഫ് പേർഷ്യ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു. അതും 2D പ്ലാറ്റ്ഫോം. അതുമായിട്ട് ഓൾമോസ്റ്റ് സാമ്യതയുണ്ട്. ഐ മീൻ, അത് ഈ ഗെയിമിന്റെ മെക്കാനിക്സും അതിന്റെ ഒരു എക്സെപ്റ്റ് സ്റ്റൈലിംഗ്, അതിന്റെ ആർട്ട് സ്റ്റൈലിങ്ങിന് വ്യത്യാസമുണ്ട്. ഒന്ന് പൈററ്റും ഒന്ന് പ്രിൻസുമാണ്, രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷെ അതിന്റെ ആ ഒരു മെക്കാനിക്സും അതിന്റെ സ്റ്റൈലിംഗ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ഇന്ന് നമ്മൾ അത്രയും പഴക്കമുള്ള ഒരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് അതിന്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള 2D സ്റ്റേജിലൂടെ കടന്നു പോകാം. സോ ലെറ്റ്സ് ഗോ, വി ഗോണ പ്ലേ എ ഗുഡ് ഗെയിം. ഇപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് സിംഗിൾ പ്ലെയർ ആണ്. ഞാൻ ഇത് കിട്ടിയ ഒരു ആവേശത്തിൽ 2-3 സ്റ്റേജ് കളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശാല നമുക്ക് ഒന്നേം തുടങ്ങാം. അപ്പോൾ ഇതൊരു 2D പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഫങ്ഷൻസ് ജമ്പ്, പിന്നെ മൂവ്, പിന്നെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ താഴോട്ടുള്ള നോക്കാൻ പറ്റും. മുകളിലോട്ടുള്ള നോക്കിയാലും അപ്പാരോ വെച്ചാൽ മുകളിലോട്ട് കാണാൻ പറ്റും. പിന്നെ ഷിഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ യൂസ് ചെയ്യുന്ന വെപ്പൺസ് മാറ്റാൻ പറ്റും. സ്റ്റിക്കി കേസോ, ഓഹോ, ഗെയിം കളിക്കുമ്പോഴും തോന്നാവോ അവിടെ. കൺട്രോള് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറ്റാക്കാണ്. ഇത് പഴയ കാലത്തുള്ള ഒരു ടിപ്പിക്കൽ സാധനമാണ്. അതായത് ഐ മീൻ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് എല്ലാ ഗെയിമും. ആ എലി എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പവർ അപ്പോൾ ഐ മീൻ നമ്മള് ജമ്പ് ചെയ്യുന്നൊക്കെ ഹൈറ്റ് കൂടും. അതൊരു വൃത്തികെട്ട ജീവിയാണ്. അതൊക്കെ ചുമ്മാ വെടിയുണ്ടാക്കിയല്ലോ.
വെടിവെച്ച് 5 ജീവുണ്ട്. അങ്ങനെ ആ സ്റ്റേജ് ക്ലിയറായി. ഇത് ആക്ച്വലി പുള്ളി ഇവിടുന്ന് എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആവേശത്തിൽ ഇരുന്ന് കളിച്ചുകൊണ്ട് അതിൻ്റെ തുടക്കം ഒരു ചെറിയ സ്റ്റോറി ഉണ്ടായിരുന്നു. പുള്ളിക്കാരനൊരു ജയിലിൽ നിന്ന് രക്ഷപ്പെടും. അത് ഈ മാപ്പിൻ്റെ ആ മുകളിലിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുള്ളി രക്ഷപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇപ്പം രക്ഷപ്പെടും. അതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. എന്നിട്ട് ഈ മാപ്പിൻ്റെ സൈഡിൽ കാണുന്ന ഈ ആമുലേറ്റിനകത്തുള്ള ജംസ് മൊത്തം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഉദ്ദേശം. ശരിയാണോ? എന്തായാലും ഒരു കണ്ണുണ്ടല്ലോ. ഞാൻ ഇടക്കിടക്ക് അതിൻ്റെ കാര്യം മറന്നു പോകുന്നു. അങ്ങനെ ആ ലെവലും തീർന്നു. അങ്ങനെ പുള്ളിനെ ഡിഫീറ്റ് ചെയ്യുന്നു. പുള്ളിയുടെ കയ്യിൽ നിന്ന് മറ്റേ രത്നം കണ്ടുപിടിച്ച് ആ കൊട്ടാരത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയാണ്. സംഗതി ഇങ്ങനെ ക്യാപ്റ്റൻ ക്ലോ ഒരു പൂച്ച ക്യാറ്റ് എന്നാണ് പറയണത്. പക്ഷെ ഇത് കണ്ടിട്ട് ഒരു മതി കരിമ്പുലിയെ പോലെ ഇരിക്കണം. ഇല്ലല്ലേ, പൂച്ചയുടെ ലക്ഷണം ഉണ്ട് ചെറുതായിട്ട്. അങ്ങനെ കുറ്റകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് കാട് കയറുകയാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ കൊലപാതകം കഴിഞ്ഞു, ഇനി ഇവിടെ ഒന്നും രക്ഷയാകത്തില്ല, ഞാൻ മല കയറാൻ പോട്ടെ. പിന്നെ അവന് ഉയരുമായാലും തിരിച്ചു വരത്തില്ല.
വെറുതെ പോകണ്ടായിരുന്നു. സാരമില്ല, കുറച്ച് വെടിയുണ്ടായിട്ടില്ല. ഓഹോ, അങ്ങനെ സാധനമുണ്ടോ നമുക്ക്? പൊളി സാധനം. ചുമ്മാ തീ. ഇതുകൊണ്ടാണ് ആരോഗ്യം ഇല്ലായിരുന്നു അച്ഛൻ. ഓഫ്, എത്ര ഉണ്ടെന്ന് 20 അയ്യ. ചത്ത് തേപ്പായിപ്പോയല്ലോ. അത്ര ചലഞ്ചിങ് അല്ല, കണ്ണും മൂക്കില്ലാതെ പോയാൽ മതി. പന്ന ജീവി. താനെന്താണോ വീണ് കളിക്കുന്ന? ഞാൻ ജീവനാണ് ഇഷ്ടപ്പെടുന്നില്ല. ഷടാ, ഇതിപ്പോൾ ഇവിടെ തന്നെ കുറേ നേരമായല്ലോ. ശരിയാണ്, ഇത് ലൈഫുള്ളൂ. ഓഫ്, 20 ലൈഫ് വെച്ചിട്ടാണ് ഞാൻ ഇയാളോട് ഫൈറ്റ് ചെയ്യേണ്ടത്. അതൊരു വള്ളിയാണല്ലോ. അപ്പുറത്തോട്ടിരിക്കടാ. അതിനകത്ത് തീർന്നു. ഇല്ലായിരുന്നു തീർന്നു. അവിടെ കിടന്ന് കുറേ നേരം ചത്തേനെ. ഇടി കൊണ്ട് അവശനായി.
just find the tavern next to the shipyard, I can get another gem for the amulet, and possibly information on the whereabouts of the rest of it. അത് കഴിഞ്ഞു. Two gems, 7 more. I wonder how old these statues are. Oh well. Oh. They'll never get me! ഉണക്ക കിളി. ലൈഫ് 10 ഉള്ളൂ. ഓടോ അവിടെ നിന്ന്. ഞാൻ വേറെ സാധനം നോക്കി ഇറങ്ങിയത് അവിടെ. എൻ്റെ ക്യാപ്റ്റൻ ഗ്ലോ കണ്ടിട്ട് മനസ്സിലായല്ലോ അയാൾ തെണ്ടി. പന്ന കിളി കിളി കൊത്തിച്ചത്ത എന്തൊരാ. This looks challenging. ഒരു മാപ്പ് കിട്ടി. മാപ്പ് കിട്ടിയില്ലേ? The shipyard could have some answers if I could just get out of this town. കുറുക്കനല്ലേ ആ പുറകെ എന്നിട്ട് ഷേവ് ചെയ്യുക പല്ലേക്കൊന്ന് ചെയ്ത്. They'll never get me! അതൊരു എക്സൈറ്റ്മെന്റ് അത് സ്റ്റേജാണല്ലോ ഇത്. ഇത് വെറുതെ Landlubber!
കിളി. What marvel of engineering. ഇതൊരു വള്ളിയാണല്ലോ. So far, so good. അപ്പൊ എല്ലാവരും ഗെയിം എൻജോയ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് അത്യാവശ്യം പഴക്കമുള്ളൊരു ഗെയിമാണ്. ഞങ്ങൾ പണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്ന ഇതിന്റെ ഒരു ഒന്നെങ്കിൽ 2 player ആണ്. പക്ഷെ പണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ക്രീൻ രണ്ട് സ്പ്ലിറ്റ് ആയിട്ടിരിക്കും. ഇങ്ങനെയല്ല, ഇതേപോലെ. അപ്പോൾ ഒരെണ്ണം മുകളിൽ ഒരെണ്ണം താഴെയായിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ലായിരുന്നു. അതായത് നമുക്ക് 2 കീബോർഡ് 2 മൗസ് വേണം. ഞാൻ കളിക്കുന്നുണ്ട് ഒരു കീബോർഡ്, കമ്പ്യൂട്ടർ ഉള്ളത് തന്നെ ഭാഗ്യമാണ്. കാരണം അങ്ങനെയായിരുന്നു. ഇത് ഞാൻ 5-ലോ 6-ലൊക്കെ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ സാധനമൊക്കെ കളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് ആ ഏരിയയിലാകെ 2 വീട്ടിലെ കമ്പ്യൂട്ടറുള്ളൂ, 2-3 വീട്ടിലെ ഞങ്ങളുടെ കമ്പ്യൂട്ടറുള്ളൂ. അത് 3 ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് കുറച്ച് മോഡേൺ, അതായത് അപ്പോൾ ആ വർഷം ഇറങ്ങിയ ഒരു മോഡലായിരുന്നു സ്ക്വയർ ഡിസ്പ്ലേ ഉള്ള ഒരു സാധനം. അപ്പുറത്ത് വീട്ടിലിരിക്കുന്ന സാധനം ഇതല്ല, അത് മറ്റേ പെട്ടിക്കൂട് വലിക്കുന്ന അതിനും പഴക്കമുള്ളൊരു സാധനമായിരുന്നു, സെക്കൻഡ് ഹാൻഡ് എടുത്തത്. അതല്ലാതെ വേറെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ ഈ 2 ഡിവൈസിലും കണക്ഷൻ്റെ ഇതെല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 കീബോർഡൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വൻ പാടാണ്. അപ്പോൾ ഞങ്ങളിത് പണ്ട് കളിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 player എടുക്കുക, മൾട്ടിപ്ലെയർ എടുക്കുന്നതിന് പകരം സിംഗിൾ പ്ലെയർ തന്നെ കളിക്കും. ചത്ത് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ ചത്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ഗെയിം കൊടുക്കണം. അപ്പോൾ അയാൾ എത്രത്തോളം ഇത് ചാകാതെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് അയാളുടെ സ്കിൽ അനുസരിച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയായിരുന്നു ഈ ഗെയിമെല്ലാം കളിച്ചുകൊണ്ടിരുന്നത്. ഇത് കളിച്ചപ്പോഴും എനിക്ക് ആ പണ്ടത്തെ ആ ഒരു ടൈമൊക്കെ ഓർമ്മ വന്നത്. ഇറ്റ്സ് ഗുഡ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം, ഈ ഒരു സ്റ്റൈൽ ഓഫ് ഗെയിംസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഗെയിം ഇപ്പോൾ അവൈലബിൾ ആണ്. ഒഫീഷ്യലി അവൈലബിൾ അല്ല, അൺഒഫീഷ്യലായിട്ട് റീപാക്ക് ചെയ്ത എഡിഷൻ ഉണ്ട്, അത് അവൈലബിൾ ആണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. കാരണം ഇതൊരു വിൻഡോസ് 98, വിൻഡോസ് ME, വിൻഡോസ് XP എന്നൊക്കെ കുറച്ച് കുറേ സാധനം, പണ്ടത്തെ കുറേ സാധനങ്ങളുണ്ട്. അത് ബേസ് ചെയ്ത് ഇറക്കിയ മൈക്രോസോഫ്റ്റും അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നൊരു ഗെയിമാണ്. അപ്പോൾ അതിന് വേണ്ടി ഇറക്കിയതാണ്. അതിപ്പോൾ റീപാക്ക് ചെയ്ത് വന്നുകൊണ്ടാണ് ഇപ്പോൾ വിൻഡോസ് 10, 11 ആ വേർഷൻസിൽ കളിക്കാൻ പറ്റുന്നത്. സോ ഇതേപോലത്തെ കുറേ ഗെയിംസ് ഇപ്പോൾ റീപാക്ക് ചെയ്ത് വരുന്നുണ്ട്. കാരണം പണ്ടത്തെ ഒരു സ്റ്റൈലും അതിൻ്റെ ഒരു മെക്കാനിക്സ് ഒക്കെ അറിയാനായിട്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ഗെയിം. നിങ്ങൾക്ക് ആകെ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി. ഞാൻ അങ്ങനത്തെ ഗെയിംസ് ഏതെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ ഞാൻ തന്നെ എവിടെയെങ്കിലും സംഘടിപ്പിച്ച് തരാം. ഇഷ്ടംപോലെ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അതെ, ഞാൻ വേറൊരു ഗെയിം കൂടി ഓൾമോസ്റ്റ് ഇതേ ടൈമിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള വേറൊരു ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടിംഗ് ഗെയിം കൂടി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പുറകെ ഞാൻ അതാ ഇടാൻ പോകുന്നത്. അത് നല്ല രസമാണ്. പക്ഷെ അതിന്റെ ടോട്ടൽ പ്ലേ അവർ എന്ന് പറഞ്ഞാൽ 16-20 മണിക്കൂറൊക്കെയാണ്. കുറേ സമയം. അതൊക്കെ ഞങ്ങൾ പണ്ട് കുത്തിയിരുന്ന് കളിച്ചിരുന്ന ഗെയിമാണല്ലോ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ഓൾ ദോസ് ഗെയിം. അപ്പോൾ ഏതായാലും ഈ ഗെയിമിന്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ ഇതേപോലത്തെ മറ്റുള്ള ഗെയിമുകൾ, അതായത് ഇങ്ങനത്തെ 2D പ്ലാറ്റ്ഫോം ഗെയിമുകൾ അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഗെയിംസ് ഉണ്ടെങ്കിൽ അത് കമൻസിലായിട്ട് ഇടാവുന്നതാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ തപ്പി പിടിച്ച് ഗെയിം കളിച്ചിട്ടാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറേ സ്റ്റോക്ക് ഗെയിംസ് ഉണ്ട്, അതും കൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്നതാണ്. സോ വീണ്ടും മറ്റൊരു ഗെയിമുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.